ഇന്ന് നമ്മൾ 9 വാട്ട്സിൻ്റെ LED ബൾബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു ബൾബ് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൾബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ടൂൾസിൻ്റെ ആവശ്യമില്ല. സോൾഡറിങ് ആൻഡ് പോലും നമുക്ക് ഈ ഒരു ബൾബ് ഉണ്ടാക്കാൻ ആവശ്യമില്ല. സാധാരണ ഇങ്ങനെയുള്ള LED ബൾബൊക്കെ ഉണ്ടാക്കാൻ പ്രത്യേകതരം പഞ്ചിങ് മെഷീൻ അതുപോലെ തന്നെ സോൾഡറിങ്ങിനൊക്കെ ആവശ്യമാണ്. ഈ ഒരു തരത്തിലുള്ള കിറ്റ് വാങ്ങുവാണെങ്കിൽ നമുക്കിതൊന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ആർക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ബൾബ് ഉണ്ടാക്കാനുള്ള ഫുൾ കിറ്റാണ്. അപ്പോൾ ഈ ഒരു കിറ്റിന് 45 രൂപയാണത്. അതുപോലെ ഇത് കൂടുതൽ സാധനം എടുക്കുന്നതനുസരിച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലൈറ്റ് ഉണ്ടാക്കാനുള്ള കിറ്റ് വാങ്ങിയത് തൊടുപുഴയിലുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഉണ്ടാക്കാനുള്ള കിറ്റുകൾ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയറുകൾ കിട്ടുന്ന മിക്ക കടകളിലും കാണും. ഓരോ സ്ഥലങ്ങളിലുള്ള കടകളിൽ ഓരോ വിലയായിരിക്കും. അതുപോലെ എറണാകുളം സൈഡൊക്കെ ആണെങ്കിൽ കുറച്ച് വിലക്കുറവുണ്ടാവും. അപ്പോൾ ഇനി ഈ ലൈറ്റിൻ്റെ കിറ്റിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഒരു DOB ആണുള്ളത്, 9 വാട്ട്സിൻ്റെ DOB ആണ്. പിന്നെ ഈ കൂടെ 2 ഫ്യൂസിബിൾ റെസിസ്റ്റർ കിട്ടും. പിന്നെ ഒരു MOBയും പിന്നെ ലൈറ്റിൻ്റെ പുറമേയുള്ള കവർ B22 ക്യാപ്പ്. ഇത്രയും സാധനങ്ങൾ അടങ്ങിയതാണ് ഒരു ലൈറ്റിൻ്റെ കിറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് 9 വാട്ട്സിൻ്റെ DOB. അപ്പോൾ ഈ ഒരു DOBയിൽ 2 സോക്കറ്റുകളാണുള്ളത്. അപ്പോൾ ഈ 2 സോക്കറ്റും സെയിം തന്നെയാണ്, അതായത് സെയിം കണക്ഷനാണ്. അപ്പോൾ ഈ 2 സോക്കറ്റുകളിൽ ഒരു സോക്കറ്റിൽ MOB കണക്ട് ചെയ്യാനുള്ളതും ഒരു സോക്കറ്റിൽ 2 റെസിസ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇതിന് സ്ക്രൂ ചെയ്യാനുള്ള ഹോളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു DOB സ്ക്രൂ ചെയ്യാതെ എങ്ങനെയാണ് ഉറപ്പിക്കണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരു ഹൗസിങ്ങിലേക്ക് നേരെ ഇറക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനും വേറെ പഞ്ചിങ് ടൂളോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ എന്നും വെച്ച് പതിയൊന്ന് സൈഡിൽ കിടന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഈ ഒരു ബൾബിൻ്റെ ഒരു ഹൗസിങ്, ഇതിൻ്റെ ഉള്ളിലും ഹീറ്റ് സിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൗസിങ്ങിലുള്ള ഹീറ്റ് സിങ്കിലേക്കാണ് ഈ ഒരു DOB പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഹൗസിങ്ങിലെ ഹീറ്റ് സിങ്ക് ഉള്ളതുകൊണ്ട് ലൈറ്റിൻ്റെ ചൂട് അതിലേക്ക് വലിഞ്ഞ് പൊക്കോളും. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ DOB ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിലെ ഒരു ഗ്ലാസ് അതും കൂടി ഇട്ട് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഡെമോ പോലെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെയുള്ള ബൾബൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ബൾബിൻ്റെ ഈ ഒരു ഹൗസിങ്ങിൻ്റെ ഇതിൽ ഈ ഒരു B22 ക്യാപ്പ് ഉറപ്പിക്കുന്നത് സാധാരണ പ്രസ് ചെയ്താണ്, ഒരു പഞ്ചിങ് മെഷീൻ പോലുള്ള സാധനത്തിൽ വെച്ച്. അപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള മെഷീനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് പശ വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള ബൾബുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു B22 ക്യാപ്പ് ഉറപ്പിക്കുന്നത് പ്ലസ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു B22 ക്യാപ്പിൻ്റെ ബാക്ക് സൈഡ് ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ 2 മുട്ട് പോലെ സാധനമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മുട്ട് പോലെയുള്ള സാധനം ഈ ഒരു ഹോളിലേക്ക് വെച്ചിട്ടൊന്ന് പതിയെ പ്രസ് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ലോക്കായിട്ടിരുന്നോളും. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഇവിടെ കിട്ടുന്ന ഈ 2 സാധനമാണ്, 2 റെസിസ്റ്ററും ഒരു MOVയും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ MOV ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ MOVയുടെ ലെഗുകൾക്ക് നീളം കൂടുതലായതിനാൽ നമ്മളിത് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു MOV DOBയുടെ ഏതെങ്കിലും ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. 2 സോക്കറ്റിൽ ഏതിനകത്ത് കണക്ട് ചെയ്താലും കുഴപ്പമില്ല. DOBയുടെ ബാക്കിൽ നിന്ന് ഈ ഒരു ഹോളിലേക്ക് ഈ ഒരു MOV ഇങ്ങനെ പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് ലോക്കായിട്ടിരുന്നോളും. പുറകോട്ട് വലിച്ചാൽ ഒരു വരില്ല, അങ്ങോട്ട് മാത്രം മുമ്പിലേക്ക് മാത്രമാണ് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ MOV നമ്മളിതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് 2 ഫ്യൂസിബിൾ റെസിസ്റ്ററും കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്യൂസിബിൾ റെസിസ്റ്ററും ഈ ഒരു ഹോളിലേക്ക് വെച്ചിട്ട് നേരെ താഴേക്ക് പ്രസ് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ലോക്കായിട്ടിരുന്നോളും. അപ്പോൾ ഇതുപോലത്തെ 2 റെസിസ്റ്ററാണ് ഇങ്ങനെ കിട്ടുന്നത്. ഈ 2 നമുക്ക് ഈ ഒരു DOBയിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇതിൽ MOV ഉപയോഗിച്ചേക്കുന്നത് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം DOBയുടെ കണക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു DOB ബൾബിൻ്റെ ഹൗസിങ്ങിലേക്ക് ഇറക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പം ഈ ഒരു DOB ഹീറ്റ് സിങ്കിലേക്ക് കറക്റ്റായിട്ട് ലോക്കായിട്ടിരുന്നോളൂ. അതുപോലെ ഈ ഒരു DOBക്ക് ചുറ്റിനായിട്ടൊന്നും ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇതിന്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് B22 ക്യാപ്പാണ്. അപ്പോൾ നമ്മൾ DOBയിൽ 2 റെസിസ്റ്റർ കണക്ട് ചെയ്യാറുണ്ട്. 2 റെസിസ്റ്ററിൻ്റെയും കാല് B22 ക്യാപ്പിൻ്റെ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഹൗസിങ്ങിലേക്ക് ഈ ഒരു B22 ക്യാപ്പ് പശയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ പറഞ്ഞൊന്നും പോകില്ല. അപ്പോൾ ഇതുപോലെ പശയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് കറക്റ്റായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ B22 ക്യാപ്പ് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ B22 ക്യാപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണൊന്നും ഉപയോഗിച്ചേക്കരുത്, ചൂടായി കഴിയുമ്പോൾ വിട്ടു പോകും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു B22 ക്യാപ്പിൻ്റെ ഹോളിൽ ഈ ഒരു മുട്ട് പോലെയുള്ള സാധനം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. അതുപോലെ ഈ ഒരു മുട്ട് പോലെയുള്ള സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി നീണ്ടു നിൽക്കുന്ന റെസിസ്റ്ററിൻ്റെ കാല് കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യണം. ഇനി അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ഈ ഒരു മുട്ട് പോലെയുള്ള സാധനം കൂടെ ഈ ഒരു ഹോളിലേക്ക് ഇറക്കി പ്രസ് ചെയ്ത് വെക്കാം. ഇതിൻ്റെയും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു ലെഗ് അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ലൈറ്റിൻ്റെ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസും കൂടി നിന്നിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ B22 ക്യാപ്പ് ഉറപ്പിക്കാൻ മാത്രം പശ ഉപയോഗിച്ചാൽ മതി, വേറെ എന്തിനും പശ ഉപയോഗിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഗ്ലാസും കൂടി ഈ ഒരു ഹൗസിങ്ങിലേക്ക് ഇട്ടുന്ന സെറ്റ് ചെയ്ത് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് പതിയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ലോങ് ആയിട്ടിരുന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പണി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ലൈറ്റ് ഉണ്ടാക്കി. അതിൽ പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന DOB ആണ് വേഗം കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ടൈപ്പ് DOBക്കൊക്കെ കംപ്ലയിൻറ്റ് വളരെയധികം കുറവാണ്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു ബൾബ് ഉണ്ടാക്കിയെടുക്കാൻ 45 രൂപയാണ് ചിലവായത്. അപ്പോൾ ഇങ്ങനെയുള്ള കിറ്റുകൾ നമുക്ക് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ബൾബുകളൊക്കെ ഉണ്ടാക്കാനുള്ള സ്പെയറുകൾ, അത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയറുകൾ കിട്ടുന്ന കടകളിൽ മിക്കയിടത്തും തന്നെ കിട്ടാനുണ്ട്.
അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഇതുപോലത്തെ കിറ്റാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ പഞ്ചിങ് മെഷീനോ അല്ലെങ്കിൽ സോൾഡറിംഗ് ആണോ അല്ലെങ്കിൽ ഒരു ടൂൾസിൻ്റെയും സഹായം ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. എനിക്കിവിടെ ഒരു ബൾബ് ഉണ്ടാക്കാൻ ചിലവായത് 45 രൂപയാണ്. ഇനി ഒരു ബൾബ് തെളിച്ചുകൂടി ഒന്ന് കാണിക്കാം. അതുപോലെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയ ഒരു ബൾബിന് നല്ല വെളിച്ചമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം. ഇലക്ട്രോണിക്സിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതുപോലത്തെ DOB ഇതുപോലത്തെ കിറ്റുകളൊക്കെ മേടിച്ച് ബൾബുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ ഇങ്ങനത്തെ DOB മേടിച്ച് ഞാൻ നേരത്തെ ഇവിടെ ബൾബ് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല രീതിയിൽ വെളിച്ചമുണ്ട്, കംപ്ലൈൻറ്റും വളരെയധികം കുറവാണ്. അതുപോലെ ചിലയിടത്ത് ഇങ്ങനെയുള്ള ലൈറ്റിൻ്റെ കിറ്റിന് 28 രൂപയ്ക്കാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക.